കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഥമസ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ ദ്വാരകയ്ക്ക് പോയ അർജുനനെ കാണാതെ വിഷമിച്ചുകൊണ്ടും പല ദുർലക്ഷണങ്ങളെ കണ്ടുകൊണ്ടും ഇരുന്നതായ യുധിഷ്ഠിരൻ്റെ മുൻപിലേക്ക് വിഷാദത്തോടുകൂടി ദുഃഖഭാരത്തോടുകൂടി തൻ്റെ ഗാണ്ഡീവം എടുത്തുയർത്താൻ പോലും സാധിക്കാതെ തളർന്ന മനസ്സുമായി അർജുനൻ വരുന്നത് കാണുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നതിന് ഭംഗ്യന്തരേണ ഭഗവാന്റെ വിയോഗത്തെ ആദ്യം അറിയിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവായിരിക്കുന്ന ആ പരമപുരുഷനോടുകൂടി ഇരിക്കാനും നടക്കാനും സംവദിക്കാനും സഹവസിക്കാനുമെല്ലാം സൗഭാഗ്യം കിട്ടിയിട്ടും ആ ഭഗവാനെ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതായ അർജുനൻ്റെ കുറ്റബോധം വളരെയധികം വാക്കുകളിലൂടെ പ്രകടമാക്കി. അവസാനം ആ ഗീതാശ്ലോകങ്ങളെയൊക്കെ സ്മരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമാകുന്നു. പിന്നീട് പാണ്ഡവരുടെ കാരുണ്യത്തോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം നൽകിയതായ കാര്യങ്ങളെ പറഞ്ഞതിനോടൊപ്പം ഭഗവാൻ ഭൂമിയെ ഉപേക്ഷിച്ചു, യാദവന്മാരെല്ലാം തമ്മിൽ തല്ലി മരിച്ചു തുടങ്ങിയ കാര്യങ്ങളും പറയുകയാണ്. ഇവിടെ എന്തിനു വേണ്ടിയാണ് നമ്മളോട് ആചാര്യന്മാർ സ്വാധ്യായാദി കാര്യങ്ങൾ ചെയ്യണം, ഒരു ഈശ്വര ഉപാസന ദിവസവും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾ കൂടി വേദവ്യാസ മഹർഷി പരോക്ഷമായി ഇവിടെയും സൂചിപ്പിക്കുന്നു. അർജുനൻ്റെ മനസ്സിൽ വന്നതായ ഈ ഒരു സങ്കടം അല്ലെങ്കിൽ ദുഃഖം ഇത് ഏതൊരു മനുഷ്യനും വരാകാവുന്നതാണ്. ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെ സന്തോഷങ്ങളിലൂടെയും സന്താപങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. അത് അനിവാര്യമായിട്ടുള്ളതാണ്, ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. നമുക്ക് ഇഷ്ടമായ എന്തെങ്കിലുമൊക്കെ ലഭ്യമാകുന്ന സമയത്ത്, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്ന സമയത്ത് സന്തോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്തുക്കളോ വിട്ടുപിരിയുന്ന സമയത്ത് അതിൻ്റെ ദുഃഖവും നമ്മെ ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് സമയത്തും നമ്മുടെ മനസ്സ് വല്ലാതെ വ്യതിചലിക്കും. സന്തോഷം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വ്യതിചലിക്കാറുണ്ട്. സങ്കടം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വ്യതിചലിക്കുമെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ധർമ്മശാസ്ത്രങ്ങളുടെ പഠനം സഹായിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അർജുനൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദുഃഖഭാരം, ദുഃഖപർവ്വതമാണ് അദ്ദേഹത്തിൻ്റെ നേരെ വന്നിട്ടുള്ളത്. താങ്ങാൻ കഴിയാത്ത ആ ദുഃഖത്തെയും അവസാനം ആ ഗീതാ ശ്ലോകങ്ങളിലൂടെ, ഗീതാ വിചിന്തനത്തിലൂടെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ സാധിച്ചു. ഇതുതന്നെയാണ് നമ്മളൊക്കെ ധർമ്മശാസ്ത്രങ്ങളുടെ
നിരന്തര പഠനത്തിലൂടെ സ്വാധ്യായം നമ്മൾ നിത്യം ചെയ്യേണ്ടതാണ് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകതയും ഇതാണ്. നമ്മുടെ ദുഃഖത്തെ അതിജീവിക്കാൻ നമ്മുടെ മനസ്സിന് ശക്തി നൽകും. അതിനാണല്ലോ സത്സംഗങ്ങളും സ്വാധ്യായങ്ങളുമെല്ലാം പറയുന്നു. കാരണം ഈ ദുഃഖം എന്നുള്ളത് ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചവനാണെങ്കിൽ മരിക്കും, മരിച്ചവനാണെങ്കിൽ ജനിക്കും. ഇത് അനിവാര്യമായിട്ടുള്ളതാണ്. കാലം ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കാറില്ല. കാലചക്രം അതിൻ്റെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർക്ക് ഇഷ്ടമായി തീരാം, ചിലർക്ക് അനിഷ്ടമായി തീരാം. അതിനെയൊന്നും കാലസ്വരൂപനായ ഭഗവാൻ വകവയ്ക്കാറില്ല. ആ കാലചക്രത്തിൻ്റെ പല്ലുകൾക്കിടയിൽപ്പെട്ട് നിർദാക്ഷിണ്യം അരഞ്ഞു തീരാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. അപ്പോൾ പല സമയത്തും നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെ പലപ്പോഴും പല ആളുകളും ചില സന്ദർഭങ്ങളിൽ മാനസികമായി വളരെയധികം തകർന്നു പോവുകയും അവരുടെ ജീവിതം തന്നെ ഡിപ്രഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വലിയ ഡിപ്രഷനിലേക്ക്, മാനസിക ആഘാതത്തിലേക്ക് പോകും. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും ആരുപദേശിച്ചു കഴിഞ്ഞാലും ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ച് അതിൽ നിന്ന് കരകയറുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാൽ അവിടെയാണ് ഇതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങളുടെ ആവശ്യകത. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കേൾക്കുന്നതായിട്ടുള്ള സത്സംഗങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കി തീർക്കും. അതാണ് അതിലെ മുഖ്യമായിട്ടുള്ള കാര്യം. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അതിനെ നമ്മൾ എതിർത്തതുകൊണ്ടോ ആ യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ പ്രയോജനമില്ല. ഇവിടെയും അർജുനൻ അതാണ് അവസാനം ഉണ്ടായത്. കാരണം ഭഗവാൻ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടുണ്ടായത് വിഷമങ്ങളാണല്ലോ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ ക്രമേണ ആ ഗീതാശ്ലോകങ്ങളെയൊക്കെ വിചാരം ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ സ്വന്തം മനസ്സിലൂടെ അത് കടന്നുപോയതായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശമനം കിട്ടി എന്നുള്ളത് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. നമുക്കേതാണെങ്കിലും കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ആ ഭഗവത് പാതാരവിന്ദങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയും യുദ്ധ ആരംഭത്തിൽ ഭഗവാൻ തനിക്ക് ഉപദേശിച്ചതും കുറേ അധികകാലം കഴിഞ്ഞതിനാലും ഇതുവരെ മറ്റു പല കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നതിനാലും വിസ്മൃതമായിരുന്നതായ ആ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങി. ഗീതോപദേശം, ആ ഉപദേശത്തിലൂടെ ഉണ്ടായ ജ്ഞാനം അദ്ദേഹത്തിന് സ്ഫുരിക്കാൻ തുടങ്ങി. മറ്റത് അദ്ദേഹം മറന്നിരുന്നു. ഗീതോപദേശം ഭഗവാനിൽ നിന്ന് കേട്ടു, നമ്മളെപ്പോലെ തന്നെ അർജുനനും മറന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു വിത്ത് അതിൻ്റെ സമയമാകുമ്പോൾ മുളച്ചു വരുന്നത് പോലെ ആ കേട്ടതായിട്ടുള്ള ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണർന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിന് ശമനം കിട്ടി. ഞാൻ ആത്മാവാണ് എന്ന ബോധം കൊണ്ട് ദ്വൈതദൃഷ്ടിയും സംശയങ്ങളുമൊക്കെ നീങ്ങി. പ്രകൃതി ആത്മാവിൽ ലയിച്ചു, നിർഗുണഭാവം പ്രകാശിച്ചു. സൂക്ഷ്മ ശരീരത്തിലെ പ്രധാന ഘടകമായിട്ടുള്ള മനസ്സ് സമ്പൂർണമായിട്ടും അടങ്ങി. പുനർജന്മത്തിന് കാരണമായ കർമ്മവാസനകളൊക്കെ നശിച്ചു.
ദുഃഖം നീങ്ങിയ അർജുനൻ ജീവൻ മുക്തനായി തീർന്നു. യദുവംശനാശത്തെയും ശ്രീകൃഷ്ണന്റെ അന്തർധാനത്തെയും കേട്ട യുധിഷ്ഠിരൻ എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു. ഭഗവാൻ അന്തർധാനം ചെയ്ത വിവരം കേട്ടതായിട്ടുള്ള കുന്തിദേവി ആത്മസ്വരൂപനായ ഭഗവാനിൽ ഏകാന്ത ഭക്തിയോടെ മനസ്സിനെ ഉറപ്പിച്ച് സകലവിധ കർമ്മവാസനകളെയും നശിപ്പിച്ച് ശരീരം ഉപേക്ഷിച്ച് മുക്തയായി തീർന്നു. കാലിൽ തറച്ച മുള്ളിനെ മറ്റൊരു മുള്ളുകൊണ്ട് എടുത്തു കളഞ്ഞതിന് ശേഷം 2 മുള്ളും കൂടി കളയാറുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ അവതരിച്ച് ഭഗവാൻ ഭൂമിയുടെ ഭാരം നശിപ്പിച്ചു. പിന്നീട് ആ കൃഷ്ണസ്വരൂപത്തെയും അവിടുന്ന് ഉപേക്ഷിച്ചു. രാജാക്കന്മാരെ സംഹരിച്ച് ഭൂമിയുടെ ഭാരം തീർത്തതും സ്വന്തം ശരീരം ഉപേക്ഷിച്ചതും ഭഗവാന് തുല്യം തന്നെയാണ്. നാടകത്തിലെ നടൻ വേഷം കെട്ടുന്നു, അഭിനയിക്കുന്നു, നാടകം കഴിഞ്ഞാൽ വേഷം അഴിക്കുന്നു. ഇതൊരു വേഷം കെട്ടലാണ് എന്നറിയുന്നതായിട്ടുള്ള ആ നടനായിരിക്കുന്ന അദ്ദേഹത്തിന് ഭിക്ഷക്കാരന്റെ വേഷം കെട്ടുന്നതും രാജാവിന്റെ വേഷം കെട്ടുന്നതും രണ്ടും അഭിനയമാണ്. ഭിക്ഷക്കാരന്റെ വേഷം കെട്ടി എന്ന് വെച്ചിട്ട് ആ നടൻ കരയുന്നില്ല, അയ്യോ ഞാൻ ഭിക്ഷക്കാരനായി എന്നും പറഞ്ഞ് അദ്ദേഹം കരയാനും പോകുന്നില്ല. രാജാവിന്റെ വേഷം കെട്ടിയ സമയത്ത് എൻ്റെ ദാരിദ്ര്യമൊക്കെ തീർന്ന് ഇനി ഞാൻ മഹാരാജാവായി സർവസുഖ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാൻ തുടങ്ങും എന്ന് വിചാരിച്ച് അദ്ദേഹം ആഹ്ലാദിക്കാനും പോകുന്നില്ല. കാരണം താൻ കടം വാങ്ങിയ ആള് നാളെ തന്നോട് കാശ് ചോദിക്കും, അത് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. കാരണം അതെല്ലാം അഭിനയമായതുകൊണ്ട്. ഇതാണ് ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം. ഈ ശരീരമെടുത്തതെല്ലാം നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ച് കുറച്ചു കാലത്തേക്ക് ഈ ജീവിത നാടകത്തിലെ ഓരോ വേഷങ്ങളാണ്. അഭിനയം കഴിഞ്ഞാൽ വേഷം അഴിച്ചുവെച്ച് നാം അണിയറയിലേക്ക് പോകേണ്ടവരാണ്. ഇപ്പോൾ അരങ്ങത്ത് നാം അഭിനയിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഭഗവാൻ അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭഗവാന് വേഷം ഏതാണെങ്കിലും അതുകൊണ്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹമായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും അവതരിച്ചപ്പോഴും ഭഗവാന് യാതൊരു വ്യത്യാസവുമില്ല. നേരത്തെ പറഞ്ഞുവല്ലോ, നല്ല ഒരു നടൻ ഒരു കുഷ്ഠരോഗിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും വ്രണം കൊണ്ട് പുഴുത്ത് ക്ലേശിക്കുന്ന ഒരു നടനായിട്ട് അഭിനയിക്കും. അതിലേറ്റവും നല്ല രീതിയിൽ അഭിനയിക്കുമ്പോഴാണ് തൻ്റെ ആ റോള് നന്നാവുക എന്നുള്ളത് നടനറിയാം. മഹാരാജാവായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം താനിതൊന്നുമല്ല, ഇതെല്ലാം തൻ്റെ വേഷങ്ങളാണ് എന്ന് ആ നടനറിയാവുന്നതുപോലെ ശ്രീകൃഷ്ണ പരമാത്മാവിന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്, തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഏത് ഭാവത്തിലും മോഹമില്ല. അതുകൊണ്ട് തന്നെ ആ ശരീരങ്ങളിലൊന്നും താദാത്മ്യവുമില്ല. എന്നാൽ ജീവനായിരിക്കുന്ന നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മൾ കിട്ടിയതിൽ ഒട്ടലോടുകൂടി കഴിയുന്നത് കൊണ്ട് തന്നെ നെഞ്ചത്തടിയും കരയലുമായിട്ട് നമ്മളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇതാണ് യാഥാർത്ഥ്യം, ഇതിനപ്പുറത്ത് മറ്റൊരു സത്യമില്ല എന്നുള്ളതാണ് നാം ധരിച്ചു വയ്ക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഭാഗവതാദി ഗ്രന്ഥങ്ങളിലൂടെ ഈ ഒരു കാര്യത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ജീവിതം എന്നുള്ളത് ഒരു മനോഹരമായ നാടകത്തിലെ രംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ലാഭം, അല്ലെങ്കിൽ എന്താണ് നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്നതാണെങ്കിൽ കിട്ടിയ ആ ഒരു വേഷം നന്നായി അഭിനയിക്കുക, പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ലാതെ, പരസ്പരം മുറുമുറുപ്പുകളില്ലാതെ, വെറുപ്പും വിദ്വേഷവുമില്ലാതെ, അല്പകാലത്തെ ആയുസ്, ആ ആയുസ് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നന്നായി ജീവിക്കുക. അതല്ലേ വേണ്ടത് വാസ്തവത്തിൽ. പലപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഉള്ള കാലം തമ്മിൽ തല്ലിയും വെറുപ്പും വിദ്വേഷവുമായി നടന്നും നമ്മുടെ ആയുസ് കഴിയുന്നു. എന്നിട്ട് അവസാനം ഈശ്വരൻ്റെ നേരെ
നാം നമ്മുടെ പരാതിയും കുറ്റവും ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് എന്നെ മാത്രം ഇങ്ങനെയാക്കി? എന്നാൽ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരിക്കലും നാം ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകാറുമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളെ നോക്കി അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് മുന്നോട്ട് പോകാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളതും. ഇവിടെയാണ് ഭഗവാന്റെ ഈ ഒരു ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. നാടകത്തിലെ നടൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം വേഷം കെട്ടുന്നു, അഭിനയിക്കുന്നു, നാടകം കഴിഞ്ഞാൽ വേഷം അഴിച്ചുവെക്കുന്നു. ഇതുപോലെ തന്നെ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി പരമാത്മാവായ ഭഗവാൻ സ്വീകരിച്ച ഒരു വേഷമാണ് ശ്രീകൃഷ്ണരൂപം. ആ അവതാര ഉദ്ദേശം കഴിഞ്ഞതോടെ നടൻ വേഷത്തെ എന്നതുപോലെ ആ സ്വരൂപത്തെയും ഭഗവാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ പരമാത്മാവ് ജീവിച്ചിരിക്കുമ്പോഴും ജീവിതം അവസാനിപ്പിക്കുമ്പോഴും വൈഷമ്യമില്ലാതെ മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടി കഴിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജീവിതത്തിൽ നമ്മളോടും അങ്ങനെയാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയോ പ്രതിസന്ധികളെയാണ് നേരിട്ടിട്ടുള്ളത്. വിഷമിക്കാനാണെന്നുണ്ടെങ്കിൽ വിഷമിക്കാൻ മാത്രമേ ജീവിതത്തിൽ സമയം കിട്ടൂ. അത്രയധികം പ്രതിസന്ധികളെ നേരിട്ടുള്ള ആളാണ് ഭഗവാൻ. അപ്പം നമ്മളോടും കാണിക്കുന്നത് അങ്ങനെയാണ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനരാത്രങ്ങൾ മാറി വരുന്നത് പോലെ സുഖദുഃഖങ്ങൾ മാറി വരുന്നതാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനിവാര്യമായിട്ടുള്ളതാണ്. എന്നാൽ പരമാവധി സന്തോഷിക്കുന്നതിനുള്ള, ജീവിതം ആഘോഷമാക്കുന്നതിനുള്ളതായ സമയങ്ങളെ തിരഞ്ഞെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ദുഃഖിക്കുന്നതിനുള്ളത്, പരസ്പരം പോരടിക്കുന്നതിനുള്ളത് കണ്ടെത്തുന്നതിന് പകരം ഈശ്വരൻ നമുക്ക് നൽകിയതായിട്ടുള്ള മനോഹരമായ ഈ ജീവിതത്തിൽ, ഈ ആയുസ്സും ആരോഗ്യവും നൽകിയതിൽ അവയെ പരമാവധി സന്തോഷത്തിനുള്ള സമയങ്ങളാക്കി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കില്ലേ? എല്ലാവരും മനുഷ്യരാണ്. നമ്മളിലൊക്കെ നന്മയും തിന്മയും ഉണ്ടാകും. നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും ഉണ്ടാകും. അതിൽ പരമാവധി മോശമായിട്ടുള്ള കാര്യങ്ങളെ മറന്നുകളയുക. ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളെ ചേർത്ത് പിടിക്കുക. കാരണം അല്പമായിട്ടുള്ള ഈ ആയുസ്സിൽ എത്ര നാൾ നമ്മളെല്ലാവരും ഈ ഭൂമിയിലുണ്ടാകും എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ദുഃഖിക്കുന്നതിനുള്ള, കരയുന്നതിനുള്ള സന്ദർഭങ്ങളെ മാത്രം ഓർത്ത് വിഷമിക്കാൻ നിൽക്കുന്നത്? എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്ന് വേദവ്യാസ മഹർഷി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്ത അന്നു മുതൽ അവിവേകികളെ കൊണ്ട് അധർമ്മം പ്രവർത്തിപ്പിക്കാൻ ശക്തനായ കലിയുടെ ആരംഭമായി. കലിയുഗം ആരംഭിച്ചു. പട്ടണത്തിലും രാഷ്ട്രത്തിലും ഗൃഹത്തിലും ശരീരത്തിലും കലി ബാധിച്ചതായി യുധിഷ്ഠിരൻ തിരിച്ചറിഞ്ഞു. ലോഭം, അസത്യം, കാപട്യം, ഹിംസ എന്നിവയിൽ ജനങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിയതായ അദ്ദേഹം മഹാപ്രസ്ഥാനത്തിന് തയ്യാറായി. വിനയാദി ഗുണങ്ങളെ കൊണ്ട് തനിക്ക് തുല്യനായിരിക്കുന്ന പരീക്ഷത്തിനെ യുധിഷ്ഠിരൻ ഭൂമിയുടെ മുഴുവനും ചക്രവർത്തിയായി ഹസ്തിനാപുരത്തിൽ അഭിഷേകം ചെയ്തു. അനിരുദ്ധന്റെ പുത്രനായിരിക്കുന്ന വജ്രനെ മധുരയിൽ രാജാവായി വാഴിച്ചു. പിന്നീട് പ്രാജാപത്യം എന്ന യാഗം ചെയ്ത് താൻ നിത്യേന ഉപാസിച്ചു വന്നിരുന്ന അഗ്നികളെയെല്ലാം, അഗ്നിഹോത്രം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അഗ്നി, അങ്ങനെ താൻ നിത്യേന ഉപാസിച്ചു വന്നിരുന്നതായിട്ടുള്ള ആ അഗ്നികളെയൊക്കെ സങ്കല്പം കൊണ്ട് ആത്മാവിൽ ലയിപ്പിക്കുകയാണ്. ഇവിടെ ശരിക്കും മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു സന്യാസ രീതിയാണ്. എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള ഒരു രീതി. ഇപ്പോൾ ഗൃഹസ്ഥൻ എന്നും അഗ്നിഹോത്രാദി കാര്യങ്ങളെ ചെയ്യണം. ആ അഗ്നിയെ ആത്മാവിൽ ലയിപ്പിച്ചു. അഗ്നിഹോത്രാദി സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചു. പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇവയെല്ലാം പരിത്യജിച്ചു. ശരീരത്തിൽ ഞാനെന്നും ഭാര്യ, പുത്രൻ, ഗൃഹം, ധനം മുതലായവയിൽ എൻ്റേതെന്നുമുള്ളതായിട്ടുള്ള അഭിമാനത്തെ ഉപേക്ഷിച്ചു. വാക്കിനെ മനസ്സിലടക്കി, മനസ്സിനെ പ്രാണനിലടക്കി, പ്രാണനെ അപാനനിലടക്കി, അപാനനെ മൃത്യുവിലും ലയിപ്പിച്ചു. മൃത്യുവിനെ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലും, ശരീരത്തെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളിലും, ഗുണങ്ങളെ പ്രകൃതിയിലും, പ്രകൃതിയെ ജീവനിലും, ജീവനെ നാശരഹിതമായിരിക്കുന്ന ബ്രഹ്മത്തിലും ലയിപ്പിക്കുകയാണ്. ലയപ്രക്രിയയുടെ ഒരു ഭാഗമാണ് വിചാരം ചെയ്ത് എങ്ങനെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കാം എന്നുള്ള ഒരു പ്രക്രിയയാണ്. മരവുരി വസ്ത്രമായി ധരിച്ചവനും ആഹാരത്തെ ഉപേക്ഷിച്ചവനും മൗനവ്രതത്തെ അവലംബിച്ചവനുമായി അഴിച്ചിട്ട തലമുടിയോടുകൂടി ജഡനെപ്പോലെയും ഭ്രാന്തനെപ്പോലെയും പിശാചിനെപ്പോലെയും യാതൊന്നും കാണുകയോ കേൾക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവനായിട്ട് ഗൃഹത്തിൽ നിന്നും പുറത്തിറങ്ങി വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഹൃദയത്തിൽ പരബ്രഹ്മ തത്വത്തെ ധ്യാനിച്ചുകൊണ്ട് മഹാത്മാക്കളായ പൂർവികർ അവസാന കാലത്ത് എത്തിച്ചേർന്ന് ഹിമാലയത്തെ ലക്ഷ്യമാക്കി യുധിഷ്ഠിരൻ നേരെ വടക്കോട്ട് നടന്നു. ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ഹിമാലയത്തിലേക്ക് പോയവരാരും പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഭൂമിയിലെ പ്രജകളെയും കലി ബാധിച്ചതായി കണ്ട് ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഈ 4 സഹോദരന്മാരും സർവസംഗ പരിത്യാഗം ചെയ്ത് യുധിഷ്ഠിരനെ അനുഗമിച്ചു. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെ വിധി പോലെ ആചരിച്ചിരുന്ന പാണ്ഡവന്മാർ 5 പേരും ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. നാശരഹിതമായ ആശ്രയസ്ഥാനം ഭഗവത് പാദാരവിന്ദങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവയെ ഹൃദയത്തിൽ ദൃഢമായി ധ്യാനിച്ചു. ധ്യാനത്താൽ ഭക്തി വളർന്ന് അവരുടെ ബുദ്ധി അത്യന്തം നിർമ്മലമായി തീർന്നു. ഭഗവാൻ ശ്രീ നാരായണനിൽ അവരുടെ ബുദ്ധി നിശ്ചലമായി ഉറച്ചു. വിഷയാസക്തരായ ദുർജനങ്ങൾക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തതും മനോമാലിന്യങ്ങൾ അകർന്നവർക്ക് നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയുന്നതുമായ ഉത്കൃഷ്ട സ്ഥാനത്തെ, അതായത് മോക്ഷത്തെ അവർ പ്രാപിക്കുകയും ചെയ്തു. ആത്മജ്ഞാനിയായ വിതുരൻ യോഗപ്രഭാവം കൊണ്ട് മനസ്സിനെ ശ്രീകൃഷ്ണ ആകാരമാക്കി തീർത്ത് പ്രഭാസ തീർത്ഥക്കരയിൽ ശരീരം ഉപേക്ഷിച്ച് പിതൃക്കളോടുകൂടിയ തൻ്റെ അധികാരസ്ഥാനമായ യമപദവിയെ പ്രാപിച്ചു. മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്താൽ യമനാണല്ലോ വിതുരനായി ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ളത്. പാണ്ഡവന്മാരുടെ നിരപേക്ഷതയെ അറിഞ്ഞ പാഞ്ചാലി ശ്രീകൃഷ്ണനിൽ മനസ്സിനെ ഉറപ്പിച്ച് ശരീരം വെടിഞ്ഞ് മുക്തയായി തീർന്നു. ഭഗവാന്റെ പ്രിയ ഭക്തന്മാരായ പാണ്ഡവന്മാരുടെ ഈ മഹാപ്രസ്ഥാനം മംഗളകരവും കേൾക്കുന്നവരെ പരിശുദ്ധനാക്കുന്നതുമാണ്. ഇതിനെ ശ്രദ്ധയോടെ കേട്ടാൽ തന്നെ ഭഗവാനിൽ ഭക്തി വളർന്ന് പരമഗതിയെ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 15-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. 16-ാം അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തിന് ശേഷം എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും പരമഭക്തനുമായ പരീക്ഷിത്ത് ബ്രാഹ്മണരുടെ, അതായത് ആചാര്യന്മാരുടെ ഉപദേശപ്രകാരം പ്രജാപരിപാലനം ആരംഭിച്ചു. അദ്ദേഹം ഉത്തരൻ്റെ മകളായ ഇരാവതിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് ജനമേജയൻ മുതലായ 4 പുത്രന്മാർ ഉണ്ടായി. ഗംഗാതീരത്തിൽ കൃപനെ പുരോഹിതനാക്കി ധാരാളം ദക്ഷിണകൾ നൽകി 3 അശ്വമേധയാഗങ്ങൾ ചെയ്തു. ഒരിക്കൽ പരീക്ഷിത്ത് ദിഗ്വിജയത്തിനായി സഞ്ചരിക്കുമ്പോൾ ഒരു പശുവിനെയും കാളയെയും ചവിട്ടുന്നവനും രാജാവിൻ്റെ വേഷം ധരിച്ചവനുമായ ഒരു ശൂദ്രനെ കണ്ടു. കലിയായിരുന്നു അത്. പരീക്ഷിത്ത് പരാക്രമം കൊണ്ട് അവനെ കീഴടക്കി. അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്, പരീക്ഷിത്ത് എന്തിനാണ് കലിയെ കീഴടക്കിയത്?
രാജാവിൻ്റെ വേഷം ധരിച്ച ആ ശൂദ്രൻ ആരായിരുന്നു? എന്തിനാണ് അവൻ പശുവിനെയും കാളയെയുമൊക്കെ ചവിട്ടിയത്? അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ ഭക്തന്മാരുടെയോ കഥയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. കാരണം ഭഗവാനെ പറ്റിയല്ലാത്ത സംഭാഷണങ്ങൾ ആയുസ്സിനെ പാഴാക്കി കളയുന്നവയല്ലേ. അല്പായുസ്സുക്കളും മരണധർമ്മത്തോടു കൂടിയവരും സത്യത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർക്ക് ഈശ്വരനെ ഒഴികെ മറ്റു കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ യാഗത്തിൽ ആലംബന കർമ്മത്തിനായി ഞങ്ങൾ യമനെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ യജ്ഞം കഴിയുന്നതുവരെ, അതായത് ശൗനകാദികൾ അവിടെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ യജ്ഞം കഴിയുന്നത് വരെ 1000 സംവത്സരക്കാലം യമൻ ഇവിടെ ഉണ്ടാവും. അതുവരെ ആരും മരിക്കില്ല. മനുഷ്യലോകത്തിലെ ജനങ്ങൾ ഹരിലീലാമൃതം പാനം ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ യമനെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. മടിയരും ബുദ്ധിശക്തി കുറഞ്ഞവരും അല്പായുസുക്കളുമായ മനുഷ്യരുടെ രാത്രി മുഴുവൻ ഉറക്കത്താൽ നഷ്ടപ്പെടുന്നു. പകലാകട്ടെ നിഷ്പ്രയോജന കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും പാഴായി പോകുന്നു. അതിനാൽ പരീക്ഷത്ത് ശൂദ്രനെ ശിക്ഷിച്ചതിന് കാരണം പറഞ്ഞു തരൂ. ഇങ്ങനെ ശൗനക മഹർഷി ചോദിച്ചതിന് സൂതൻ മറുപടി പറയാൻ തുടങ്ങി. കുരുജാങ്കലത്തിൽ താമസിച്ചിരുന്ന പരീക്ഷത്ത് തൻ്റെ രാജ്യത്ത് കലി ബാധിച്ചതായിട്ട് കേട്ടു. കലിയെ ശിക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വില്ലെടുത്ത് കറുത്ത കുതിരകളെ പൂട്ടിയതും സിംഹധ്വജത്തോടു കൂടിയതുമായ തേരിലേറി വലിയൊരു സൈന്യത്തോടെ ദിഗ്വിജയത്തിനു വേണ്ടി പുറപ്പെട്ടു. ഭദ്രാശ്വം, കേതുമാലം, ഭാരതം, ഉത്തരകുരു, കിംപുരുഷം മുതലായ രാജ്യങ്ങൾ ജയിച്ച് പരീക്ഷത്ത് രാജാക്കന്മാരിൽ നിന്നും കപ്പം വാങ്ങി. തൻ്റെ പിതാമഹന്മാരായ പാണ്ഡവന്മാരുടെ ചരിത്രത്തെ അതാത് ദേശത്തുള്ളവർ വർണ്ണിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. പാണ്ഡവന്മാരുടെ കഥകൾ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നവയായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് അമ്മയുടെ ഗർഭത്തിലിരുന്നിരുന്ന തന്നെ രക്ഷിച്ച കാരുണ്യവും പാണ്ഡവന്മാർക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന നിർവ്യാജ ഭക്തിയും ജനങ്ങളുടെ മുഖത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞ പരീക്ഷത്തിന് വളരെയധികം സന്തോഷം തോന്നി. അവർക്ക് ധാരാളം ധനം, വസ്ത്രങ്ങൾ, മുത്തുമാലകൾ മുതലായവയൊക്കെ സമ്മാനിച്ചു. ഭക്തന്മാരായ പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ അർജുനന്റെ തേര് തെളിച്ചില്ലേ? യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ചില്ലേ? രാജസൂയത്തിന് വരുന്നവരുടെ കാല് കഴുകിക്കലാകുന്ന സേവനം ചെയ്തില്ലേ? പാണ്ഡവന്മാരോട് ഒരിക്കലും വിട്ടുപിരിയാത്ത സഖ്യം പുലർത്തിയിരുന്നില്ലേ? രാത്രി ഉറക്കമൊഴിച്ച് അവരുടെ കൂടാരത്തിന് കാവലിരുന്നില്ലേ? പല സ്ഥലങ്ങളിലും പാണ്ഡവന്മാർ ഒന്നിച്ച് ഭഗവാൻ സഞ്ചരിച്ചില്ലേ? പലരുടെയും മുൻപിൽ വെച്ച് പലപ്പോഴും പാണ്ഡവന്മാരെ സ്തുതിച്ചില്ലേ? ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും ലോകർ മുഴുവൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മഹിമയെയും കേൾക്കാൻ കഴിഞ്ഞ പരീക്ഷത്തിന് ഭഗവാനിൽ വളരെയധികം ഭക്തി വർദ്ധിച്ചു. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പരീക്ഷത്ത് മുൻപിൽ അനിഷ്ടമായ ഒരു കാഴ്ച കണ്ടു. 3 കാലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന, അതായത് 3 കാലും ഒടിഞ്ഞ് കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാളയെയും അതിൻ്റെ അടുത്തായി അത്യന്തം ദുഃഖിതയായി കണ്ണീര് വാർത്തുകൊണ്ട് നിൽക്കുന്നവളും പരവശയുമായ ഒരു പശുവിനെയും കണ്ടു. കാളയും പശുവും വിശപ്പ് കൊണ്ട് വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലൊക്കെ പൊന്തി അങ്ങനെ നിൽക്കുന്നതായിട്ടായിരുന്നു. രണ്ടുപേരും ദുർബലരായിരുന്നു. ആ കാള ധർമ്മദേവനും പശു ഭൂമിദേവിയുമായിരുന്നു. അതിൻ്റെ അടുത്താണ് ഒരു രാജാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ടുള്ള ഒരു ശൂദ്രൻ. രാജാവിൻ്റെ വേഷമാണ്, പക്ഷേ കണ്ടാൽ അറിയാലോ, ഒരു രാജകീയ പ്രൗഢി എന്നുള്ളതും വേഷം കൊണ്ട് മാത്രം രാജാവായിട്ടുള്ള ഒരാളെയും അറിയാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഈ കാളയുടെ 3 കാലും ഒടിച്ച് പിന്നെയും ആ കാളയെ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാള പശുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ മംഗളസ്വരൂപിണി, നിനക്ക് ക്ഷേമമല്ലേ? വാടിയ മുഖത്തോടു കൂടിയവളായും തേജസ് മുഴുവൻ നഷ്ടപ്പെട്ടവളെപ്പോലെയും നീ കാണപ്പെടുന്നുവല്ലോ. ദൂരത്തിൽ അകപ്പെട്ട ഏതെങ്കിലും ബന്ധുവിനെപ്പറ്റി ഓർത്താണോ നീ കരയുന്നത്? അതോ 3 കാലുകളും നഷ്ടപ്പെട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്ന എന്നെ കണ്ടതുകൊണ്ടുള്ള സങ്കടമാണോ?
ഇനി അതല്ല, ഭാവിയിൽ അധർമ്മികളായ രാജാക്കന്മാരാണല്ലോ തന്നെ ഭരിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണോ ഭവതി ഇങ്ങനെ ദുഃഖിക്കുന്നത്? ആരും യാഗങ്ങൾ ചെയ്യാത്തതിനാൽ ഹവിർഭാഗം കിട്ടാത്ത ദേവന്മാരെ പറ്റിയോ മഴയില്ലാത്തതിനാൽ കഷ്ടപ്പെടുന്ന പ്രജകളെപ്പറ്റിയോ ചിന്തിച്ചാണോ ഭവതി ദുഃഖിക്കുന്നത്? ഭർത്താക്കന്മാർ കാരണമൊന്നും കൂടാതെ ഉപേക്ഷിച്ചതിനാൽ അനാഥകളായി തീർന്ന സ്ത്രീകളെപ്പറ്റി വിചാരിച്ച് ദുഃഖിക്കുകയാണോ? രാക്ഷസന്മാരെ പോലെ ക്രൂരരായ മാതാപിതാക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരിക്കുമോ ഭവതിയുടെ ഈ ദുഃഖം? സാഹിത്യ സംഗീത രംഗങ്ങളിൽ പ്രാകൃതർ കാട്ടിക്കൂട്ടാൻ പോകുന്ന വൈകൃതങ്ങളാൽ കഷ്ടപ്പെടുന്ന വാഗ്ദേവതയായ സരസ്വതീ ദേവിയെപ്പറ്റി ആലോചിച്ചിട്ടാണോ ദുഃഖിക്കുന്നത്? ബ്രാഹ്മണ കുലത്തിൽ പിറന്നിട്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെയോ ബ്രാഹ്മണ ഭക്തി ലേശം പോലുമില്ലാത്ത രാജാക്കന്മാരെയോ പറ്റി ചിന്തിച്ചിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അതോ കലികാലത്ത് ഭരിക്കാൻ പോകുന്ന അധമന്മാരായ രാജാക്കന്മാരെ വിചാരിച്ചോ അവർ സ്ഥാപിക്കാൻ പോകുന്ന അധാർമിക രാജ്യങ്ങളെപ്പറ്റി വിചാരിച്ചോ ദുഃഖിക്കുകയാണോ? ആഹാരം, വസ്ത്രം, മദ്യം, സ്ത്രീസേവ ഇവയിൽ മാത്രം മുഴുകിക്കഴിയാൻ പോകുന്ന അധർമ്മികളെപ്പറ്റി ചിന്തിച്ചിട്ടാണോ ഭവതി കരയുന്നത്? ഭവതിയുടെ, അതായത് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ വിട്ടുപിരിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചും മോക്ഷാനുഭൂതിയെ നൽകുന്ന ഭഗവാന്റെ ലീലകളെ അനുസ്മരിച്ചും ഇനി തനിക്ക് ആ ലീലകളെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുമാണോ കരയുന്നത്? അല്ലയോ ഭൂമിദേവി, നിന്റെ ദുഃഖ കാരണം എന്നോട് പറയൂ. നീ വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ചു പോയിരിക്കുന്നുവല്ലോ. ദേവന്മാർ പോലും ആദരിച്ചുകൊണ്ടിരുന്ന ഭവതിയുടെ സൗഭാഗ്യത്തെ ബലവാനായ കാലം അപഹരിച്ചുവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടതായിട്ടുള്ള ആ പശുവിൻ്റെ രൂപത്തിൽ നിന്നിരുന്നതായ ഭൂമിദേവി മറുപടി പറയാൻ തുടങ്ങി. ധർമ്മദേവ, എൻ്റെ ദുഃഖ കാരണം ഞാൻ പറയാതെ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ. ലോകത്തിന് സുഖപ്രദങ്ങളായ തപസ്, ശുദ്ധി, ദയ, സത്യം ഈ 4 പാദങ്ങളോട് കൂടിയവനായിരുന്നുവല്ലോ അങ്ങ്. അതായത് ധർമ്മത്തിന് 4 പാദങ്ങൾ, 4 അംശങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് തപസ്, ശുദ്ധി, ദയ, സത്യം. ഈ 4 പാദങ്ങളാണ് ധർമ്മത്തിനുള്ളത്. അതിൽ 3 പാദങ്ങളും നഷ്ടപ്പെട്ടില്ലേ? സത്യം, ശുദ്ധി, ദയ, ക്ഷമ, ത്യാഗം, സന്തോഷം, നിഷ്കപടത, മനോനിഗ്രഹം, ഇന്ദ്രിയങ്ങളുടെ അടക്കം, തപസ് ദുഃഖത്തെ ചിന്തയും ആവലാതിയും കൂടാതെ സഹിക്കലാകുന്ന തിദിക്ഷ, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളും മനസ്സും വിട്ടുപോരലാകുന്ന ഉപരതി, ശാസ്ത്രതത്വങ്ങളെക്കുറിച്ചിട്ടുള്ള വിചാരം, ജ്ഞാനം, ഐശ്വര്യം, ഇങ്ങനെയുള്ള ഗുണങ്ങളെയൊക്കെ പരിപൂർണമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ വിട്ടുപോയതിനാലും അതോടെ കലി ബാധിച്ചതിനാലുമാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത്. എന്നെപ്പറ്റിയും ദേവശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങയെപ്പറ്റിയും ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സജ്ജനങ്ങൾ, 4 വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവർ ഇവരുടെയൊക്കെ ഭാവിയെപ്പറ്റിയും ആലോചിക്കുമ്പോഴാണ്, അതായത് ഇനി കലികാലമാണല്ലോ വരാൻ പോകുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് ആലോചിച്ചിട്ടും കൊണ്ടുകൂടിയാണ് എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയാതാവുന്നത്. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയുടെ കാരുണ്യകടാക്ഷം ലഭിക്കാൻ വേണ്ടി വളരെ കാലം തപസ് ചെയ്തിരിക്കുന്നു. ആ ശ്രീദേവി തൻ്റെ വാസസ്ഥാനമായ താമരപ്പൂവിനെ ഉപേക്ഷിച്ച് അത്യന്തം സ്നേഹത്തോടെ ഭഗവാന്റെ പാദപത്മങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുകയാണല്ലോ. അപ്രകാരം മഹിമയേറിയതും താമര, വജ്രം, അങ്കുശം, ധ്വജം മുതലായ രേഖകളോട് കൂടിയവനുമായ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളായ ഞാൻ 3 ലോകങ്ങളിലും വെച്ച് ഉത്കൃഷ്ടയായി തീർന്നിരുന്നു. ആ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? അസുര രാജാക്കന്മാരുടെ അധർമ്മമാകുന്ന ഭാരം കൊണ്ട് ഞാൻ വല്ലാതെ ക്ലേശിച്ചപ്പോൾ 100 കണക്കിന് അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടിയ രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും സംഹരിച്ച് ഭഗവാൻ എൻ്റെ ഭാരത്തെ തീർത്തു തന്നു. ധർമ്മദേവനായ അങ്ങയുടെ നഷ്ടപ്പെട്ട 3 പാദങ്ങളെ കൂട്ടിച്ചേർത്ത് അങ്ങയെ പൂർണ്ണനാക്കി തീർത്തില്ലേ കരുണാനിധിയായിട്ടുള്ള ആ ഭഗവാൻ? എത്ര സുന്ദരമായ രൂപത്തോടു കൂടിയാണ് അവിടുന്ന് യദുവംശത്തെ അലങ്കരിച്ചിരുന്നത്. കാരുണ്യ കടാക്ഷം, ആകർഷകമായ പുഞ്ചിരി, മധുര സംഭാഷണം ഇവ കൊണ്ട് മധുരയിലെ സുന്ദരിമാരുടെ മനോധൈര്യത്തെ അപഹരിച്ചവനല്ലേ ഭഗവാൻ? അങ്ങനെയുള്ള മഹിമാതിരേകത്തോടു കൂടിയ പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിരഹം താങ്ങാൻ എനിക്ക് എങ്ങനെയാണ് കെൽപ്പുണ്ടാവുക?
ഇങ്ങനെ ധർമ്മദേവനും ഭൂമിദേവിയും തമ്മിൽ സംഭാഷണം ചെയ്തുകൊണ്ട് നിൽക്കെ പരീക്ഷിത്ത് മഹാരാജാവ് സരസ്വതീ തീരത്തുള്ള കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇവിടെയാണ് 16-ാം അധ്യായം കഴിയുന്നത്. അടുത്ത അധ്യായത്തിൽ കലിയെ നിഗ്രഹിക്കുന്നതും മറ്റുമായ കഥകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.